പുരം സ്വദേശിനി കൊച്ചിയിലെ IT കമ്പനി ജീവനക്കാരിയുമായ ശരണ്യ കുടകിലെ മലയിൽ കാണാതായത് കഴിഞ്ഞ വ്യാഴാഴ്ച മുതലായിരുന്നു. ഊർജിതമായ തെരച്ചിൽ നടക്കുകയായിരുന്നു. എന്നാലും ഇപ്പോൾ മലമുകളിൽ അവരെ കണ്ടെത്തിയെന്നുള്ള വിവരമാണ് വരുന്നത്. സുഹൈൽ മുഹമ്മദ് കൂടി തത്സമയം ചേരുന്നു. പറയൂ സുഹൈൽ. ഈ മല തിരത്തിൽ മൗണ്ടൻ അഡ്വഞ്ചർ നടത്തുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് നമ്മൾ ഈ പറയുന്ന തടിയന്റെ മോൾ എന്ന് പറയുന്ന മലനിര. ഏതാണ്ട് 1748 മീറ്റർ ഉയരത്തിലുള്ള ഷോള വനനിരയുടെ ഏറ്റവും പ്രധാന ഭാഗങ്ങളൊന്നായ മലനിര. ഈ പറഞ്ഞ നമ്മൾ ആശങ്കയേറ്റത് വന്യമൃഗശല്യം കൂടിയുള്ള ഒരു ഇടമായിരുന്നു. അത് തന്നെയാണ് ഈ പറഞ്ഞ 4 ദിവസവും ശരണ്യെ കാണാതായപ്പോൾ നമ്മൾ ആശങ്കപ്പെടുന്നത്. പക്ഷേ അപ്പോഴും ഈ പറയുന്ന ടെറൈനെ കുറിച്ച് കൃത്യമായ ബോധ്യം അവിടുത്തെ വനംവകുപ്പിനുണ്ടായിരുന്നു, അവിടുത്തെ ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ നൽകിയ പ്രതികരണത്തിൽ എങ്ങനെ വഴിതെറ്റിയാലും ഒരു 3-3.5 മണിക്കൂറുകൾ കഴിഞ്ഞാൽ, അതായത് മുന്നോട്ടോ പിറകോട്ടോ വലത്തോട്ടോ ഇടത്തോട്ടോ നടന്നാലും എക്സിറ്റ് വേ കാണാൻ സാധ്യതയുള്ള ഒരു മലനിരയാണ്. അതുകൊണ്ട് വഴിതെറ്റിയവരാരും അങ്ങനെ കുടുങ്ങിക്കിടന്നതായി അവർക്ക് നേരത്തെയുള്ള ചരിത്രങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ 4 ദിവസമായിട്ടും അങ്ങനെ വരാതിരുന്നതോടാണ് നമ്മളെ ആശങ്ക കൂടുതൽ നമ്മളെ ആശങ്കപ്പെടുത്തിയത്. കാരണം അവിടെ മലനിരകളിൽ ഈ പറഞ്ഞതുപോലെ വന്യമൃഗശല്യം കൂടി ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ആശങ്കകൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് നമ്മൾ ആശ്വസികരമായ കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു ആശങ്ക തുടക്കത്തിൽ ഉള്ളത് തന്നെയാണ് നമ്മളെ ഈ ശരണ്യ എവിടെ എന്ന ചോദ്യത്തിന് അത്തരത്തിൽ ശരണ്യയുടെ മടങ്ങിവരെ കുറിച്ച് നമ്മൾ കൂടുതൽ ആശങ്കപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്ത 1748 അടി ഉയരമുള്ള ഈ മലനിരകൾ എപ്പോഴും ഇത്തരത്തിൽ പർവ്വതാരോഹർ തെരഞ്ഞെടുക്കുന്ന ഒരു മലനിരയാണ്. ശരണ്യം ഈ ഒരു ക്രൈസുള്ള ഒരാളാണ്. ഇതിന്റെ ഭാഗമായാണ് 10 പേരടങ്ങുന്ന സംഘത്തോടൊപ്പം ശരണ്യ ഈ പറഞ്ഞ മലമുകളിലേക്ക് പോകുന്നത്. തുടക്കത്തിൽ അവരോടൊപ്പം യാത്ര പോയി തിരിച്ച് വൈകിട്ടോടുകൂടി സംഘം തിരിച്ചെത്തിയപ്പോൾ ശരണ്യ മാത്രം ഒറ്റപ്പെടുകയായിരുന്നു. പക്ഷേ തുടക്കത്തിൽ തന്നെ ശരണ്യ ഈ പറയുന്ന ടവർ ലൊക്കേറ്റഡ് ആയ അത്രത്തോളം ഉള്ളിലുള്ള ഇന്നറല്ലാത്ത ഏരിയയിലാണ് ഉള്ളതെന്നുള്ള സൂചന നമുക്ക് ലഭിച്ചിരുന്നു. കാരണം ഈ പറഞ്ഞ വഴിതെറ്റി ഒറ്റപ്പെട്ട സമയത്ത് പോലും അവിടെ ശരണ്യ താമസിച്ചിരുന്ന ഹോം സ്റ്റേയിലേക്ക് ശരണ്യ ഒരു സന്ദേശം അയച്ചിരുന്നു. അങ്ങനെ സന്ദേശം ഹോം സ്റ്റേയിലേക്ക് എത്തണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത്രത്തോളം ഇൻക്ലൂസീവ് അത്രത്തോളം ഉള്ളിലുള്ള സ്ഥലമായിരിക്കില്ല ശരണ്യ ഉള്ളതെന്നൊരു നിഗമനത്തിൽ തന്നെയായിരുന്നു വനംവകുപ്പും പോലീസും തെരച്ചിൽ നടത്തിയത്. ആ തെരച്ചിലും ആ അനുമാനം കൃത്യമായിരിക്കുന്നു. ശരണ്യെ ഒരു പോറൽ പോലും ഏൽക്കാതെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ശരണ്യെ കണ്ടെത്തുന്ന ഏറ്റവും ആശ്വാസ വാർത്ത. ഇപ്പോൾ ശരണ്യ ആരോഗ്യനില എങ്ങനെ നടക്കുമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും 4 ദിവസമായി ഭക്ഷണം അടക്കമുള്ള പദാർത്ഥങ്ങൾ ഇല്ലാതെ ജീവിച്ചതുകൊണ്ട് സ്വാഭാവികമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രൈമറിയായി മെഡിക്കൽ കെയർ കൊടുക്കുകയായിരിക്കും ഏറ്റവും പോസിബിൾ ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുള്ള നടപടിക്രമങ്ങളായിരിക്കും വനംവകുപ്പും പോലീസും ചേർന്ന് എടുത്തിരിക്കുന്നത്. എന്തായാലും ആശ്വാസകരമായ വാർത്ത. ഏറ്റവും നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഈ പറഞ്ഞ കർണാടക വനംവകുപ്പിനെയും പോലീസിനെയുമാണ്. ആ പറയുന്ന ഈ തടിയന്റെ ഇവിടെ എന്ന് പറയുന്ന മലനിര അവർക്ക് കയ്യിലെ വെള്ള പോലെ അറിയുമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ശരണ്യെ തിരിച്ചു കിട്ടിയത്. ഇന്നലെ അടക്കം ആ ഒരു സ്ഥലപരിമിതിയെക്കുറിച്ച് പരിചിതത്തെക്കുറിച്ച് അവർ കൃത്യമായ വനംവകുപ്പ് നമ്മൾ നിർദ്ദേശം തന്നിരുന്നു. ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അത്രത്തോളം വഴിതെറ്റിപ്പോകാനുള്ള സാഹചര്യങ്ങളുള്ള ഒരു വനമല്ല, വനപ്രദേശമല്ല, മലനിരയല്ല. തിരികെ വരുമെന്ന പ്രതീക്ഷ അവസാനം വരെ നമുക്ക് വനംവകുപ്പ് തന്നിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ അനുമാനിക്കേണ്ടത് ശരണ്യ വഴിതെറ്റുമോ എന്ന ഭയന്ന് നിന്ന ഇടത്ത് എവിടെയാണോ സ്റ്റാൻഡേർഡായ ഒറ്റപ്പെട്ടത് അവിടെ തന്നെ നിന്ന് കാണും. ആ ഇടത്തേക്ക് വനംവകുപ്പ് എത്തി റെസ്ക്യൂ ചെയ്തായിരിക്കും